ഇന്നലെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു. കുപ്രസിദ്ധ കുറ്റവാളിയായ ബാലമുരുകൻ രക്ഷപ്പെട്ട സംഭവം. അതിൽ തമിഴ്നാട് പോലീസിന് വൻ വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമാകുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കൈരളി ന്യൂസിൽ ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബാലമുരുകനെ കൈവിലങ്ങില്ലാതെ കൊണ്ടു നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആലത്തൂരിലെ ഒരു ഹോട്ടലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇയാൾക്ക് കൈവിലങ്ങില്ലാതെ കൊണ്ടു നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന്. നോക്കൂ, കൈവിലങ്ങില്ലാതെ ആ പ്രതിയെ കൊണ്ടുപോകുന്നതിന് ദൃശ്യങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയുന്നു. 53 കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ കുറ്റവാളിയായ ഒരു പ്രതിയെ കൊണ്ടുപോകുന്നത് ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ, കൈവിലങ്ങ് പോലും ഇല്ലാതെ എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടിമുടി ദുരൂഹത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഈ ബാലമുരുകനെ കൊണ്ടുവന്ന തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർണായക പങ്ക് ഈ സംഭവത്തിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. സാരംഗ് കൂടി ചേരുകയാണ്. സാരംഗ്, ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബാലമുരുകൻ രക്ഷപ്പെട്ടതിൽ നിർണായക പങ്കുണ്ട്, വലിയ അലംഭാവം സംഭവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ, അതായത് ഈ ബാലമുരുകൻ എന്ന പ്രതിയെ കൊണ്ടുപോകുന്ന സംഭവത്തിൽ തമിഴ്നാട് പോലീസിന് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ പ്രതിയെ ആലത്തൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറക്കുന്നത് വിലങ്ങില്ലാതെയാണ്, അതായത് കൈവിലങ്ങില്ലാതെയാണ്. ഈ പ്രതി അനായാസം നടന്നു വരുന്നതും അതുപോലെ തന്നെ മുണ്ട് അഴിച്ചു കുത്തുന്നതിന്റെയും ഒക്കെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്ത് തന്നെയാലും ഇക്കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, പോലീസിന്റെ ഭാഗത്തു നിന്നും, അതായത് തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനേലും 58 കേസുകളോളം പ്രതി ചേർക്കപ്പെട്ട, അല്ലെങ്കിൽ അത്തരത്തിൽ 58 കേസുകളിൽ പ്രതിയായിട്ടുള്ള ബാലമുരുകൻ എന്ന കൊടും കുറ്റവാളിയെ പോലീസ് കൊണ്ടുവരുമ്പോൾ അത്രയും ആലംഭാവം കാണിച്ചുകൊണ്ടുള്ള നടപടികളായിരുന്നു തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ 100% വ്യക്തമാണ്. എന്തിനാലും ഈ തമിഴ്നാട് പോലീസിൽ നിന്നും 3 പോലീസുകാരാണ് കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച ഈ പ്രതിയെ കൊണ്ടുവന്നിരുന്നത്. 3 പോലീസുകാരാണ്. ഈ 3 പോലീസുകാരും നിലവിൽ കേരളത്തിൽ തന്നെ തുടരാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാവിലെ മുതൽ ഇവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ കാര്യങ്ങളിൽ പോലീസ്, അതായത് സംസ്ഥാന പോലീസ് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി നൽകാനായിട്ട് ഇത്തരത്തിൽ ഈ തമിഴ്നാട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി പ്രതിയെ, അതായത് ബാലമുരുകനെ പിടികൂടുന്നതുവരെ തുടരാൻ തന്നെയാണ് ഈ തമിഴ്നാട് പോലീസിനോട് തുടരാൻ തന്നെയാണ് സംസ്ഥാന പോലീസ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതേസമയം തമിഴ്നാട്ടിലേക്കും പരിശോധന വ്യാപിച്ചു എന്നുള്ളതാണ്. ഇക്കാര്യം സംസ്ഥാന പോലീസ് തമിഴ്നാട് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഇനി തമിഴ്നാട് കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം. അത് തമിഴ്നാട് പോലീസ് തന്നെയാണ് അത്തരത്തിലൊരു അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ, അതായത് ജില്ലയ്ക്കകത്തും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ പ്രതിയുടെ വിവരങ്ങളെക്കുറിച്ച്, ഫോട്ടോ അടക്കമുള്ള വിവരങ്ങളെക്കുറിച്ച് സംസ്ഥാനത്തുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതേസമയം ഇന്നലെ രാത്രി 2:30-ഓടെ, അതായത് പുലർച്ചെ 2:30-ഓടെ പ്രതിയെ കണ്ടതായിട്ടുള്ള സൂചനകളും അല്ലെങ്കിൽ വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ പോലീസ് ഇന്നലെ രാത്രിയിലും പുലർച്ചെ വരെയും വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയ്ക്കിടയിൽ ഈ പ്രതി ഒരു സൈക്കിൾ ഓടിച്ചു പോകുന്നതായിട്ടുള്ള പോലീസ് കണ്ടിരുന്നു. എന്നാൽ പോലീസിനെ കണ്ട സമയത്ത് തന്നെ പ്രതി ഓടി ഈ റെയിൽവേ ഭാഗത്തേക്ക് മുങ്ങുകയായിരുന്നു. ഒരുപക്ഷെ ട്രെയിനിൽ കയറി പ്രതി ജില്ല വിടാൻ തന്നെ സാധ്യതയുണ്ടെന്നുള്ള ഒരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. മനു, ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെയാണെങ്കിൽ ഇന്നലെ വരെ അയാൾ തൃശ്ശൂർ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഈ CCTV ദൃശ്യങ്ങളിലേക്ക് വരാം. സാറങ്ങ് നോക്കൂ, എത്ര കൂളായിട്ടാണ് അയാൾ നടന്നു പോകുന്നത്. നമ്മളൊക്കെ സാധാരണ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പോകുന്ന പോലെ തന്നെ അയാൾ ഭക്ഷണം കഴിച്ച് മുണ്ടൊക്കെ അഴിച്ചുകുത്തി വളരെ സുഖമായിട്ട്, കൈവിലങ്ങോ മറ്റ് ഒരു സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെ, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ കൂളായി നടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണ് ഒത്തുകളി വ്യക്തമാകുന്ന ഒരു സാഹചര്യം. കാരണം ഇതുപോലൊരു കുറ്റവാളിയായ പ്രതിയെ കൊണ്ടുപോകുന്നത് ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ആയുധങ്ങളുടെ ഒക്കെ അകമ്പടിയോടെ പോലീസുകാർ അവരുടെ യൂണിഫോമിൽ തന്നെയാവും കൊണ്ടുപോവുക, അവരുടെ ഔദ്യോഗിക വാഹനത്തിലായിരിക്കും കൊണ്ടുവരിക. പക്ഷേ ഇവിടെ അതൊന്നുമല്ല, വളരെ കൂളായിട്ട് നടന്നു പോകുന്നു. ഇതിൽ കൃത്യമായ ഇടപെടലുകൾ ഈ കൊണ്ടുവന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമല്ലേ അതിൽ നിന്ന്? തീർച്ചയായും മനു, അത്തരത്തിലൊരു ഇടപെടൽ, അതായത് ഈ പ്രതിക്ക് രക്ഷപ്പെടാൻ പോലീസ് ഒത്താശ ചെയ്തു നൽകി, തമിഴ്നാട് പോലീസ് ഒത്താശ ചെയ്തു നൽകി അല്ലെങ്കിൽ സഹായം ചെയ്തു നൽകി എന്ന് തന്നെ നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലുള്ള ഒരു അലംഭാവമാണ് ഈ 3 പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ പ്രകാരം വളരെ അനായാസമായിട്ടാണ് പ്രതി നടന്നു പോകുന്നത്. പ്രതി നടന്നു പോകുന്നു, ഭക്ഷണം കഴിച്ച് കൈ കഴുകി നടന്നു പോകുന്നു, മുണ്ട്
നിൽക്കുന്നു. അതിലുപരി മറ്റൊരു കാര്യം, അതായത് നമ്മൾ ഈ ദൃശ്യങ്ങൾ മാത്രമാണ് കണ്ടത്. അതിനുപരി ഈ തമിഴ്നാട്ടിലെ കോടതിയിൽ നിന്ന് ഹാജരാക്കുമ്പോഴും ഈ പ്രതിയുടെ ഹാജരാക്കിയ ശേഷം കൊണ്ടുവരുമ്പോഴും ഈ പ്രതിയുടെ കയ്യിൽ വിലങ്ങുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ആ ദൃശ്യങ്ങളൊന്നും തന്നെ നമുക്കില്ലാത്തത് കാരണം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് തമിഴ്നാട് നിന്നും കൊണ്ടുവരുമ്പോൾ പോലും ഒരു പക്ഷേ കൈവിലങ്ങ് ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം നമ്മൾ കണ്ടത് ഈ ആലത്തൂരിൽ നിന്ന് മാത്രം കൊണ്ടുവന്നിട്ടുള്ളതിന്റെ ദൃശ്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിൽ പ്രതിയെ കൈവിലങ്ങ് അണിച്ചിരുന്നോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഒരു തരത്തിലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്രയും അലംഭാവത്തോടു കൂടിയാണ് പ്രതിയെ കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രതിയെ വിയൂർ ജയിലിന് സമീപം എത്തുമ്പോൾ ഈ പ്രതിക്ക് മൂത്രമൊഴിക്കണമെന്നുള്ള ആവശ്യത്തെ തുടർന്ന് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട് സാരംഗ, എന്തുകൊണ്ടായിരിക്കാം വിയൂർ ജയിലിന് സമീപം വെച്ച് തന്നെ രക്ഷപ്പെടാനുള്ള സ്ഥലം തെരഞ്ഞെടുത്തത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയാണ് അയാൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നത്. ഇപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും വെച്ച് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കാമായിരുന്നു. പക്ഷേ അതൊന്നുമില്ലാതെ ഇവിടെ നിന്ന് പോയി വിയൂർ ജയിലിന് സമീപം എത്തുമ്പോൾ അയാൾക്ക് മൂത്രശങ്ക വരുന്നു. അയാൾ മൂത്രമൊഴിക്കാൻ വേണ്ടി അയാളെ അനുവദിക്കുന്നു. പുറത്തേക്ക് പോകുന്ന സമയത്ത് ഓടി രക്ഷപ്പെടുന്നു. ഒരു പക്ഷേ അയാളുടെ സംഘാംഗങ്ങൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ സംശയിക്കേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ മുൻപിലുള്ള സംശയങ്ങൾ മാത്രമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ സംശയിക്കേണ്ടി വരുന്നു. തീർച്ചയായും മനു, അത്തരത്തിലുള്ള ഒരു സംശയവും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പ്രതിയുടെ സംഘാംഗങ്ങൾ എവിടെയെങ്കിലും ഈ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പ്രതി പോലീസിന്റെ പക്കൽ നിന്നും രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബാലമുരുകൻ എന്ന പ്രതിയെ അല്ലെങ്കിൽ കൊടും കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ വലിയ സ്വാധീനമുള്ള ഒരു പ്രതി കൂടിയാണ്. നിരവധി ഗുണ്ടാ സംഘങ്ങൾക്ക് നേതൃത്വം നൽകുകയും അത്തരത്തിൽ ആളുകളെ ആക്രമിച്ചുകൊണ്ട് പോലും ഈ കവർച്ച നടത്തുകയും വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മനു ഈ സൂചിപ്പിച്ച കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു. ബാലമുരുകനെ കാത്ത് ഏതെങ്കിലും തരത്തിലുള്ള സഹായികൾ അല്ലെങ്കിൽ കൂട്ടാളികൾ ഈ നഗരത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് സംസ്ഥാനത്തും ജില്ലകളിലും വിവിധ ജില്ലകളിലും നടക്കുന്നത്. മനു, ആ രീതിയിൽ ഇപ്പോൾ എന്തൊക്കെ സാധ്യതകളാണ് പോലീസ് പറയുന്നത്? ഒന്നിപ്പോൾ സാരംഗ് പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി പരിശോധനയ്ക്കിടയിൽ പ്രതിയെ കണ്ടിരുന്നു എന്നൊരു സൂചനകൾ ലഭിക്കുന്നു. പക്ഷേ പോലീസ് അടുത്തെത്തുമ്പോഴേക്കും അയാൾ റെയിൽപാളത്തിന്റെ ഭാഗത്തേക്ക് ഓടി ആ ഭാഗത്തൂടെ രക്ഷപ്പെട്ട് കളഞ്ഞു എന്നും കേൾക്കുന്നുണ്ട്. നഗരം വിട്ടുപോയതായിട്ട് സംശയമുണ്ടോ? ട്രെയിനിൽ കയറി എങ്ങോട്ടെങ്കിലും പോയതായിട്ടുള്ള സംശയങ്ങളുണ്ടോ? പോലീസ് അതിനെക്കുറിച്ച് ഇപ്പോൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? മനു, തീർച്ചയായും പോലീസ് വിലയിരുത്തുന്നത് എന്തിനായാലും ഈ പ്രതി ജില്ല വിടാൻ സാധ്യതയുണ്ടെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഈ പോലീസ് എത്തിയിട്ടുള്ളത്. പ്രധാനമായും ഇന്നലെ പുലർച്ചെ 2 മണിയോടെ ഒരു സൈക്കിൾ ഓടിച്ചു വരുന്ന നിലയിലാണ് ഈ പ്രതിയെ കണ്ടത്. ഒരുപക്ഷെ മോഷ്ടിച്ച സൈക്കിൾ ആയിരിക്കാനാണ് സാധ്യത. എന്നാൽ ഈ പോലീസിനെ കണ്ട സമയത്ത് തന്നെ ഈ പ്രതി സൈക്കിൾ തള്ളിമറിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷന് ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പുറകെ പോലീസ് എത്തിയെങ്കിലും പിന്നീട് ഇയാളെ കണ്ടെത്താനായില്ല. അക്കാരണം കൊണ്ടാണ് ഈ പ്രതി ഒരുപക്ഷെ ഈ ട്രെയിനിൽ കയറി ഏതെങ്കിലും ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് നിലവിൽ പോലീസ് അസാധാരണ ബുദ്ധിയാണ് കേട്ടോ സാരംഗ് അയാൾ പ്രയോഗിക്കുന്നത്. അസാധാരണമായ ബുദ്ധിയാണ്. കാരണം ഈ സൈക്കിൾ എടുത്ത് ഓടിച്ചു വന്നാൽ സാധാരണഗതിയിൽ അങ്ങനെ ആരും സംശയിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു പ്രതി ഒരിക്കലും സൈക്കിളിൽ കയറി വരുമെന്ന് ആരും കരുതുകയില്ലല്ലോ. മറ്റു വല്ല വാഹനങ്ങളും മോഷ്ടിച്ചുകൊണ്ട് വന്നാൽ പോലീസ് വിശദമായ പരിശോധനയിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അയാൾ സൈക്കിൾ എടുത്ത് വന്നത് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു രീതിയും കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായും ആരും തിരിച്ചറിയാതെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം കൂടിയായിരിക്കും. പിന്നെ മറ്റൊന്നും പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ബാലമുരുകനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ വേഷം മാറി നടക്കുന്ന ആൾ കൂടിയാണ്. പലപ്പോഴായിട്ട് നമ്മൾ ഇന്നലെ പുറത്തു വന്ന ചിത്രങ്ങളിൽ കണ്ടിരുന്നു ഈ തല മുട്ടയടിച്ചൊക്കെ രൂപമാറ്റം വരുത്തി മുങ്ങി നടക്കുന്ന തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്ന് മുങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ കുതന്ത്രങ്ങളും അറിയാം. ഒരു കേസിൽ അറസ്റ്റിലായി കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഈ പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഏതെല്ലാം വേഷങ്ങളിൽ നടക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തതയുള്ള പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഇനി രൂപമാറ്റം തന്നെ വരുത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭാഗമായിട്ടാണ് സാധാരണ ഒരു സൈക്കിളിൽ പ്രതി കയറി വരുന്നതും ഈ പോലീസിനെ കണ്ട ഉടനെ തന്നെ, പോലീസിന് കാര്യം വ്യക്തമായ ഉടനെ തന്നെ ഈ സൈക്കിൾ തള്ളിയിട്ടുകൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ഓടിമറയുന്നതും. മനു, ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആ ദൃശ്യങ്ങൾ നിങ്ങൾ ഒരിക്കൽ കൂടി കാണുക. ആ റൗണ്ടിൽ ആ മുണ്ട് അഴിച്ചുകുത്തി കടന്നു പോകുന്ന ആളാണ് ഈ ബാലമുരുകൻ എന്ന് പറയുന്ന കൊടും കുറ്റവാളി. നിങ്ങളൊന്ന് നോക്കൂ, അയാളുടെ കൈകളിൽ വിലങ്ങില്ല. എത്ര സ്വതന്ത്രനായാണ് അയാൾ ആ ഹോട്ടലിന് പുറത്തേക്ക് പോകുന്നത്. അയാളുടെ അടിയിൽ ഒരു ഉദ്യോഗസ്ഥൻ നിൽക്കുന്നുണ്ട് എന്ന് മാത്രം. അയാൾ ആ പ്രതിയെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഏതോ ഒരു വഴിക്ക് നടന്നു പോവുകയാണ്. വളരെ സുഖമായി, കൂളായി, നമ്മളൊക്കെ സാധാരണഗതിയിൽ ഒരു ഹോട്ടലിൽ കയറുന്നത് പോലെ ഒരു പ്രതി നടന്നു പോകുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകില്ലേ എത്രമാത്രം അലംഭാവത്തോടെയാണ് അവർ
അവർ അയാളെ കൊണ്ടുവന്നിരിക്കുന്നത്, അയാളെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. സ്വാഭാവികമായും അതിലൊരു ഒത്തുകളി ഉറപ്പാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും കൊടും കുറ്റവാളിയായ ഒരു മനുഷ്യനെ ഇത്ര അലംഭാവത്തോടെ കൊണ്ടുവരില്ല എന്നത് ഉറപ്പാണ്. പക്ഷേ നമ്മളെ സംശയിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം വിയ്യൂർ ജയിലിന് അടുത്ത് വന്നപ്പോൾ ഇയാൾ രക്ഷപ്പെട്ടത് എന്നതാണ്. കാരണം ഈ രീതി അനുസരിച്ചാണെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടാൻ നിരവധി അവസരങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം തൃശ്ശൂർ തന്നെ തെരഞ്ഞെടുത്തത് എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഏതായാലും അതിനൊക്കെ ഉത്തരം നമ്മുടെ പോലീസ് കണ്ടുപിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അസാധാരണമായ ബുദ്ധിയുള്ള ക്രിമിനലാണ് അയാൾ. അല്ലെങ്കിൽ സൈക്കിൾ എടുത്തുകൊണ്ട് വരില്ലല്ലോ ഇയാൾ രക്ഷപ്പെട്ടതിന് ശേഷവും. കാരണം സൈക്കിളാകുമ്പം ആരും അധികം അങ്ങനെ സംശയിക്കില്ല. ഇപ്പോൾ ബൈക്കോ മറ്റു വാഹനങ്ങളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായും ചെക്കിങ്ങിൽ പോലീസ് തടയും. സൈക്കിളാകുമ്പോൾ അങ്ങനെ സംശയിക്കില്ല എന്ന് കരുതിയായിരിക്കാം അയാൾ സൈക്കിൾ എടുത്തുകൊണ്ട് വന്നത്. ഏതായാലും ട്രെയിനിൽ കയറി രക്ഷപ്പെട്ടതായ ഒരു സംശയമുണ്ട്. പോലീസ് സംസ്ഥാനത്തുടനീളം ആ രീതിയിൽ അന്വേഷണം വലവീശി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതൊരു വളരെ ഗൗരവതരമായ തന്നെ വിഷയമായിട്ട് തന്നെയാണ് സംസ്ഥാന പോലീസ് അതിനെ കാണുന്നത്.